ഡാനി സത്യ എടാ ഡാനി സത്യ ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആദ്യത്തെ ഒരു പെണ്ണ്. ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും ഒരു പണിക്കുമ്പോ. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ ഇന്ന് അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ ഇന്ന് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിനതാ. ഒരാൾ ഞാൻ വിളിച്ചതാ. വിളിച്ചത് അന്ന് ഞാൻ താത്തേനെ അങ്ങോട്ട് വിളിച്ചതാ. ഷഫീന ബീവിനെ അങ്ങോട്ട് വിളിച്ചു അല്ലേ? അങ്ങോട്ട് വിളിച്ചതാ. എനിക്ക് ഷഫീന ബീവി രേണുസുതി തന്നെയാണ് വീണ്ടും വിഷയം. താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. കാര്യം ഒരു റെലവൻറ്റും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചുമ്മാ എന്ത് പറയണ്ട, ഒരു സമയം പോക്കും. പിന്നെ വേറൊരു കാര്യം പറയാം, ഇതൊരു വലിയ സീരിയസ് ആയിട്ടൊന്നും നിങ്ങൾ ആരും തലയിലെടുത്ത് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഫണ്ണായിട്ടുള്ള രീതിയിൽ മാത്രം ഈ ഒരു കോണ്ടന്റ് ഒക്കെ എടുത്താൽ മതി. എന്തായാലും രേണുവിൻ്റെ പുതിയ 2 വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ട്, വെല്ലുവിളിയുമായിട്ട് ഡാനിക്കെതിരെയും അതുലിനെതിരെയും. അതേപോലെ തന്നെ ഈ വിപിൻ ലാലിൻ്റെ ഒരു വോയിസ് നിലവിൽ പുറത്തു വന്നിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നമസ്കാരം, രേണുസുതിയാണ്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, എടാ ഡാനി സത്യ ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആദ്യത്തെ ഒരു പെണ്ണ്? അല്ലല്ലോ. നീ പിന്നെ എന്തുവാടാ നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കിടന്ന് കൊണന്ന് പറഞ്ഞ് ഈ സംസാരിക്കുന്നത്? നാണം കൊണ്ടോടാ നിനക്കൊക്കെ? നിങ്ങളല്ല ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തികൾ. നിങ്ങളെക്കാട്ടും വൾഗറായിട്ട് സബ്സ്ക്രിപ്ഷനിലൂടെ പല പരിപാടിയും കാണിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ കൊടുത്തൊരു ഇമേജ് എന്താ? വിധവയായ സ്ത്രീ കഷ്ടപ്പെടുന്നു, കുട്ടികളെ നോക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെയുള്ള ഒരു പിക്ചർ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ആവുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആരായാലും പ്രതികരിക്കും. പിന്നെ നിങ്ങൾ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കുറച്ച് അപരാധങ്ങൾ സോഷ്യൽ മീഡിയയിൽ, അപ്പോൾ തീർച്ചയായിട്ടും അതെടുത്ത് വെച്ച് തന്നെ റിയാക്ട് ചെയ്യും. അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഞാൻ നല്ലതാണ്, നല്ലവളായ വ്യക്തിയാണ്, എന്നെ വെച്ച് ആരുമില്ല എന്ന് കാണിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെയൊക്കെ ഓരോ വേലകൾ കാണിക്കുമ്പം സ്വാഭാവികമായിട്ടും ആരായാലും റിയാക്ട് ചെയ്യും. ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുവോ? ഇപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായോ? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നില്ല. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. ഒന്നും വലിയ പാടൊന്നുമില്ല. ഈ രേണുവിൻ്റെ ഈ ഒരു സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും അതിനകത്തുള്ള കോണ്ടന്റും എല്ലാം കൂടെ എടുത്തു വെച്ചിട്ടൊന്ന് പ്രോപ്പറായിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഏതെങ്കിലും എബിസെല്ലാർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. സ്പോട്ടിൽ രേണുവിൻ്റെ ഇതെല്ലാം കൂടെ തൂക്കും. ഈ പർപ്പിളിൻ്റെ കേസിലും ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ അനാവശ്യമായിട്ട് ഇങ്ങനെയൊന്നും കടന്ന് വെല്ലുവിളിക്കായിരിക്കും. ഏതെങ്കിലും ഒരാൾ തുരിഞ്ഞിറങ്ങിയാൽ മതി. എന്തായാലും ഞാനായിട്ട് ചെയ്യാൻ പോകുന്നില്ല, വേറെ യൂട്യൂബേഴ്സായിട്ട് ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് ഈ ലൈഫ് ടൈം കോണ്ടന്റാണ് രേണുസുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രേണുവിൻ്റെ പേര് പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അഫ്കോഴ്സ് വ്യൂവർഷിപ്പ് കിട്ടും. വേറെ ഏത് കോണ്ടന്റ് ഇടുന്നതിനെക്കാട്ടിയും കിട്ടും. നിതിൻ രാജ് എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ മരണം ഞാനൊക്കെ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചാനൽസും അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ചാനലുകളിൽ പോലും ഒരു വലിയ വ്യൂവർഷിപ്പ് ഞാൻ കണ്ടിട്ടില്ല. അതായത് ജനങ്ങൾക്ക് അതൊന്നും കാണാനായിട്ട് ഇൻട്രസ്റ്റഡ് അല്ല. അവർക്കൊക്കെ ഇതുപോലെയുള്ള അപരാധങ്ങൾ കാണാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാകുമ്പോൾ ലെസ് എഫേർട്ട് കൊടുത്താൽ മതി, മനസ്സിലായില്ലേ? ചെറിയ എഫേർട്ട് മതി. അവിടുന്ന് രേണുവിൻ്റെ വീഡിയോ എടുക്കുക, ഇങ്ങനെ കാര്യങ്ങൾ പറയുക, പോവുക, അത്യാവശ്യം വ്യൂവർഷിപ്പ് കിട്ടും. മീൻസ് വലിയ രീതിയിലുള്ള പണികളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എടാ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞും ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചുകൊണ്ട് ഞാൻ ഈ മാനം മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷനിലൂടെ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ തന്നെ ഒന്ന് എടുത്ത് വെച്ച് നോക്ക്. നിങ്ങൾ കാല് മാത്രം കാണിച്ചുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്. അതായത് കാലിൻ്റെ ആ ഒരു മുട്ടിൻ്റെ ഭാഗം തൊട്ട് നിങ്ങൾ കാണിച്ചുകൊണ്ട് കാറിനകത്തിരുന്നൊരു വീഡിയോ ഒക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെ സൈഡിലെടുത്ത് വെച്ച് കാണിക്കുന്നില്ല. ഈ മാനം മര്യാദ എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തെ പറ്റി നിങ്ങൾ സംസാരിക്കുമ്പം അത് നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ആദ്യമേ ഒന്ന് ചിന്തിച്ചാൽ വളരെ നന്നായിരിക്കും. ഒരു ബോധവുമില്ലാതെ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ വന്നിരുന്ന് വിളിച്ച് പറയരുത്. നിങ്ങൾ എന്താണോ സമൂഹത്തിൻ്റെ മുന്നിൽ കൊടുക്കുന്നു അത് തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ മുഴുവനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ, ഞങ്ങളിങ്ങനെ വീഡിയോ ചെയ്യും തോറും രേണുവിന് റീച്ച് കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ റീച്ച് കൂടുന്നെന്ന് വെച്ചിട്ട് അത് അപരാധം മാത്രം കാണിക്കാൻ വേണ്ടി ആവരുത്. അതെന്തെങ്കിലും നല്ല എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രയോജിക്കും. വിറ്റ് തിന്ന് ജീവിക്കുമല്ല. ഞാൻ എനിക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ തുടങ്ങിയപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇത്ര വലിയ സംഭവം ആക്കിയേക്കുന്നത്. നിനക്ക് അതിനോട് പേടിച്ചിട്ട് ഇപ്പോൾ സബ്സ്ക്രിപ്ഷനകത്ത് ഒരു വീഡിയോയും ഫോട്ടോസും പോലും ഇടുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇടാത്തത്? നിങ്ങൾക്ക് മനസ്സിലായി സംഭവം കൈവിട്ട് പോകുന്നത്. നിങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ച് നല്ല രീതിയിൽ ഇത്തിരിയൊക്കെ എക്സ്പോസ് ചെയ്ത് കാണിക്കാം, പ്രശ്നമൊന്നും ഇല്ലായിരിക്കുമെന്ന്. പക്ഷേ ഈ സാധനങ്ങളെല്ലാം വെളിയിൽ വരുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. വെളിയിൽ വന്നപ്പോഴത്തേക്ക് ഇവരുടെ താളം തെറ്റി, മനസ്സിലായ? ഇനി ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് ഐഡിയ ഇല്ല. അതാണ്
നീ പറയണ നാണോ മാനോ കെട്ട അതുലേ, നിനക്ക് നാണം ഉണ്ടോടെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് എന്റെ സബ് എടുത്തിട്ട് നീ കണ്ട് ആസ്വദിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പുറത്ത് വിട്ട് വലിയ സംഭവമാക്കാൻ. എടാ നീ കാരണം എനിക്ക് കുറച്ച് പ്രമോഷനാണ് കിട്ടുന്നത്, മനസ്സിലായോ? കേട്ടല്ലേ, ഇവരുടെ ഇന്റൻഷൻ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഒരുപാട് ആൾക്കാരുടെ സംശയമായിരുന്നല്ലോ, അതായത് രേണുവിൻ്റെ ജീവിതം നശിപ്പിക്കുന്നു, അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറയുന്ന ആൾക്കാർക്കുള്ളൊരു മറുപടിയായത് എനിക്ക് കുറച്ച് പ്രൊമോഷനാണ് കിട്ടുന്നതെന്ന്. ഇതിന് വേണ്ടി രേണു ഈ പരിപാടികൾ കാണിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരെ അത് നിർത്തുക, അത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇവർ ഈ കാണിക്കുന്ന പരിപാടികളും പ്രത്യേകിച്ച് ആ ഒരു പയ്യൻ അഗെയിൻസ്റ്റുമായിട്ട്, അതായത് കിച്ചുവിനും അഗെയിൻസ്റ്റായിട്ട് അവനൊരു ഫ്യൂച്ചർ ഉള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നിങ്ങൾ നിർത്തുന്നതാണ് നിങ്ങൾ ഏറ്റവും ബെറ്റർ. എന്ന് നിങ്ങൾ നിർത്തുന്നോ അന്ന് ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഈ പരിപാടികൾ നിർത്തും. എടാ നാണം ഉണ്ടോടാ അതില്? നീ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതൊക്കെ നീ മറന്നുപോയോ? മറന്നുപോയോ? ഇനി നിന്നെ കേട്ടണോ? ഡാനി പിന്നെയും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സത്യങ്ങൾ ഓക്കെ, ഡാനിയുടെ അതുലിൻ്റെ വിഷയത്തിന് അതോട്ട് വരാം. ഈ വിപിൻ ലാലിൻ്റെ കേസിൽ അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഈ രേണുവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, വിപിൻ ലാലിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. വിപിൻ ലാലിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് 100% ഞാനത് അംഗീകരിക്കുന്നത്. അവർ പറഞ്ഞതിനകത്ത് എന്തോ തെറ്റിരിക്കുന്നത്? വിപിൻ ലാലിനെ ആര് സപ്പോർട്ട് ചെയ്യും? അയാൾ ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇവിടെ രേണു പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് മാത്രമാണ് വിപിൻ ലാലിൻ്റെ വിഷയത്തിൽ എനിക്ക് എതിർപ്പുള്ളത്. അതായത് ഷഫീന ബീവിയും വിപിൻ ലാലുമായിട്ട് മുന്നേ കണക്റ്റഡ് ആണെന്ന്. അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഒരിക്കലും അവർ മുന്നേ കണക്റ്റഡ് അല്ല ഈ ഒരു വിഷയത്തിൽ. ഈ വിപിൻ ലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് ഈ കുറച്ച് ഓഡിയൻസിൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞു തരുന്നത്, ഈ വിപിൻ ലാലിൻ്റെ രേണുവിൻ്റെ വിഷയത്തിൽ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യരുത്. സപ്പോർട്ട് ചെയ്യാനുള്ള യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ല. അപ്പം അവരുടെ അഭിപ്രായം പറഞ്ഞെന്ന് വെച്ചിട്ട് അവരെ പോയിട്ട് തെറി വിളിക്കുന്നത് അത്ര ശരിയുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലാക്കി പറയടാ. അതില് നിനക്ക് അതിന് പോലും കഴിയുന്നില്ലല്ലോ. നീ ആരെയൊക്കെ പേടിയാണ് നിനക്ക്. ഞാൻ ചെയ്യുന്ന സത്യങ്ങളും എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നിനക്ക് പറയാൻ പേടിയാണ്. പിന്നെ എന്റെ അച്ഛൻ തങ്കച്ചനെ പറ്റി എന്ത് പേടി? രേണുവിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അവനായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, എല്ലാ യൂട്യൂബേഴ്സും ന്യായമുണ്ട് എന്നേ പറയത്തുള്ളൂ. ഞാൻ ആ ഒരു വിഷയത്തിൽ, വിപിൻ ലാലുമായിട്ടുള്ള പ്രശ്നത്തിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലിപ് ലോക്കിന്റെ സീൻ, ഒരു പെൺകുട്ടി വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. അതിനിപ്പോൾ എന്ത് വാക്കാൽ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും മുഖത്ത് നോക്കിയിട്ട് ഞാൻ കംഫർട്ടബിൾ അല്ല, അങ്ങനെ ചെയ്യാൻ കംഫർട്ടബിൾ അല്ല എന്ന് മുഖത്ത് നോക്കി ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്, നിങ്ങൾ ഉമ്മ വയ്ക്കണോ ഏത് ഡ്രസ്സ് ഇടണോ എന്നൊക്കെ. അത് വിപിൻ ലാൽ എന്ന് പറയുന്ന ഒരുത്തന് നിങ്ങളുടെ മണ്ടയിലോട്ട് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ സംസാരിക്കുമ്പം നിങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് കേൾക്ക്. അത് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. കാരണം എന്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പം പാടുന്നത്, മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല. തന്തേന്ന് പറയാൻ പോലും പറ്റില്ല, അച്ഛൻ എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ തന്തേന്ന് എന്റെ വായിൽ ഞാൻ അനാവശ്യ വാക്ക് അയ്യോ, അനാവശ്യ വാക്ക് പറയാത്ത ഒരു വ്യക്തി ബാക്കിയുള്ളവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. സ്വന്തമായിട്ട് സ്വന്തം അച്ഛൻ്റെ പേര് തന്ത എന്ന് വിളിച്ചപ്പം തന്നെ അത് ഭയങ്കര ഒരു അപരാധമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. ആരാ ഈ പറയുന്നത്? നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? അതായത് ചിന്തിക്കുക. പറയുന്നില്ല, അച്ഛൻ തന്നെ പറയാം. തന്തേന്ന് പറഞ്ഞ് ക്ഷമിക്കുക, അച്ഛൻ തന്നെ ഞാൻ പറയാം. നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പൊ പാടുന്നത്. പക്ഷെ എന്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, മനസ്സിലായോ? നീ ഈ കിടന്ന് പറയുന്നത് നിനക്ക് നാണമാകുന്നില്ലേ? അതുപോലെ എന്തൊക്കെ നിർത്താറായിട്ടില്ല ഇത്? സബ്സ്ക്രിപ്ഷൻ നീ നിങ്ങൾ എന്ന് നിർത്തുന്നോ എങ്കിൽ മാത്രമേ എല്ലാവരും നിർത്തത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ആരെയും ബലമായിട്ട് പിടിച്ച് നിർത്തിക്കാനൊന്നും നോക്കിയൊന്നും വേണ്ട. നിങ്ങളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. കാര്യം നിങ്ങൾക്കിതിപ്പോൾ ഇങ്ങനെ ഒരു ആരവായി. ഞങ്ങളൊന്ന് പറയുന്നു, നിങ്ങൾ അതിൻ്റെ 18 വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ വരുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റീച്ചും കിട്ടുന്നു, മനസ്സിലായില്ലേ? എങ്കിൽ പിന്നെ ഈ കളി അങ്ങ് കണ്ടിന്യൂസ്ലി അങ്ങ് തുടങ്ങാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ കയ്യിൽ നിന്ന് മൊത്തം പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചു രംഗത്ത് വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അവിടാണ് താളം തെറ്റിപ്പോയത്. പ്രസംഗിക്കുന്നല്ലോ, എന്റെ അച്ഛനെ പറ്റിയും പ്രസംഗിക്കുന്നത്. നിനക്ക് യോഗ്യത, എന്ത് യോഗ്യതയാണ് പറയാൻ? അതുപോലെ ഡാനി സത്യനും അവനും കേൾക്കണം. ഇവനുമാണ് ഒരു സൈഡ്. ഒരു ഡാനി സത്യനും ഒരു അതിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ രേണുസുധി അക്കൗണ്ട് പൂട്ടുമെന്നാണ് വിചാരം. രേണുസുധി മെറ്റയും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമും മറ്റുള്ളവർക്ക് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ നിയമപരമായിട്ട് കൊടുത്ത പോലെ തന്നെയാണ് രേണുസുധിക്കും തന്നിട്ടുള്ളത്. മെറ്റ എവിടെയും പറഞ്ഞിട്ടില്ല സബ്സ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള എക്സ്പോസ് ചെയ്ത ഡ്രസ്സ് ധരിക്കാനും അവിടെ പ്രൈവറ്റ് ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണെന്ന് മെറ്റ എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ വളരെ ഉപകാരമായിരുന്നേനെ. ഇത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ ഉണ്ടല്ലോ, അതിനെതിരായിട്ടാണ് നിങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രോപ്പറായിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സാധനം എടുത്തങ്ങ് വെളിയിൽ കളയും.
അതിനനുസരിച്ച് രേണുസുതി കണ്ടന്റ് ഇടത്തുള്ളൂ. നീ അതിനകത്ത് കയറിയിട്ട് ആ കണ്ടന്റ് എല്ലാം എടുത്ത് കണ്ടിട്ട് നീ ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടുന്നു. നാണമില്ലേടാ നിനക്കൊക്കെ? ഇതിന് മുന്നേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതൊന്നും നീ ചൊറിയാൻ പോകത്തില്ലല്ലോ. രേണുസുതിനെ മണ്ടക്കെട്ട് കയറിക്കോ കേട്ടാ. ഇത് നിന്നോടുള്ള അവസാന വാണിംഗ് ആണ്. യോ ആരായി പറയുന്നത്? ഇത് ഒരുപാട് വട്ടം അയാൾ ഈ അവസാന വാണിങ് ചുമ്മാതാ. രേണു അല്ലേ ആള്. ഇതിക്കുള്ള രേണുവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം രേണു നോക്കുമ്പോൾ രേണുവിന് ഇൻഡയറക്ട്ലി ഒരു റീച്ചാണ് കിട്ടുന്നത്. അവന് എന്തു രേണു ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്? ഒരു വീഡിയോയും കൂടി ഉണ്ട്, ഒരു 29 സെക്കൻഡ്. അതെന്തിനാണെന്നോ എന്തോ പോസ്റ്റ് ചെയ്തത്. അല്ലേ, ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും ഒരു പണിക്കുമ്പോൾ. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ ഇന്ന് അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ ഇന്ന് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിന് താ. ഞാൻ ഇരിക്കാം. എന്തായാലും എനിക്കും കെട്ടിയവനില്ലല്ലോ, മരിച്ചു പോയി. അപ്പൊ നീ കൊണ്ട് ചെലവിന് താ, ഞാൻ വീട്ടിൽ. പിന്നെ എന്നെ അനുകൂലിച്ച് പറയുന്നോണ്ടാണല്ലോ നീ ഈ സജിന ചേച്ചിനെ ശ്രീധുവിനൊക്കെ എടുത്തിട്ട് ഇറക്കി കയറ്റുന്നത്. എടാ അവരെങ്കിലും വേണ്ടേടാ സത്യം മനസ്സിലാക്കി സംസാരിക്കാൻ. എന്തുവാടെ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ജീവിച്ച് പോട്ടടേ എങ്ങനെയും. അവിടെയും വിധവാക്കാട് അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞത് കണ്ടില്ല, ചെലവിന് കൊണ്ട് കൊടുക്കാൻ. അവരെന്തിനാ ഇവർക്ക് ചെലവിന് കൊണ്ട് കൊടുക്കുന്നത്? അത്യാവശ്യം നല്ല രീതിയിലുള്ള കാശ് ഇപ്പോൾ എന്തായാലും സമ്പാദിച്ചു കഴിഞ്ഞു. ഇത്ര അപരാധങ്ങൾ കാണിച്ചു വയ്ക്കാൻ വേണം ഞാൻ വീട്ടിൽ ഇരുന്നാൽ മതിയോ, ഞാൻ എന്നും വിധവയായിട്ട് നടന്നാൽ മതിയോ, അല്ലെങ്കിൽ നിങ്ങൾ ചിലവിന് കൊണ്ടെത്താ? ഈ ഒരു ഡയലോഗൊക്കെ ഇനിയെങ്കിലും ഒന്ന് നിർത്ത്. ഇതൊക്കെ കേട്ട് കേട്ട് ജനങ്ങൾ മടുത്ത്. സത്യം പറയാൻ ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ അറപ്പ് വരുന്നത്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്ത് യോഗ്യത ഉണ്ട് ഈ വിധവ എന്നൊക്കെ ഉള്ളൊരു പേര് പറയാനായിട്ട്? ഇന്ന് കണ്ടില്ലായിരുന്നു ഒരു പച്ചമാങ്ങയൊക്കെ കടിച്ചുകൊണ്ടിരുന്നിട്ട് പ്രഗ്നൻ്റ് ആണെന്നുള്ള രീതിയിൽ മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നത്. ആ സ്ത്രീയാണ് ഇവർ. ഇവിടെ പറയാൻ ഡയലോഗ് കേട്ടില്ല. ഇനി ഞാൻ ഇവിടെ നമ്മുടെ വിപിൻ ലാലിൻ്റെ വോയിസ് വയ്ക്കാം. ദേവ് ഡി കോട്ട്സ് എന്ന് പറയുന്ന ദേവ് ബ്രോയുടെ ചാനലിനകത്ത് വോയിസ് വന്നിട്ടുണ്ട്. പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഇത് ഇപ്പം ഓൾറെഡി 2 ചാനലിലാണ് ചേട്ടൻ സംസാരിച്ച് കണ്ടത്. അവരെന്നോട് ചോദിച്ചത് അവരോടാ പറഞ്ഞത്രേ. എന്താ കേട്ടില്ല? അവര് എന്നോട് ചോദിച്ചോണ്ട് ഞാൻ അവരോട് കാര്യം പറഞ്ഞതാണ്. ആരാ ചോദിച്ചേ? അവര് ചാനലുകാര്. ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യായിരുന്നോ? അല്ല, ഒരാൾ ഞാൻ വിളിച്ചതാ. ആരെയാ വിളിച്ചത്? ആരെയാ? അന്ന് ഞാൻ താത്തേനെ അങ്ങോട്ട് വിളിച്ചതാ. ഷഫീന ബീവിനെ അങ്ങോട്ട് വിളിച്ചു അല്ലേ? അങ്ങോട്ട് വിളിച്ചതാ. എനിക്ക് ഷഫീന ബീവി അല്ല, എന്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അവരെ നമ്പർ കോണ്ടാക്ട് ചെയ്ത് അവരെ വിളിച്ച് അവർക്ക് വയ്യാത്തോണ്ട് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ഷഫീന ബീവി അങ്ങോട്ടാണ് കോണ്ടാക്ട് ചെയ്തിരുന്നത്. ഇത് രേണു ആണ് കേൾക്കേണ്ടത്. രേണു ഇവിടെ പറയാൻ ശ്രമിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇവർ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത്, അതായത് ഷഫീന ബീബി മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് പെടുത്താൻ വേണ്ടിയിട്ടാണ് വിപിൻ ലാലിനെ ഇറക്കിയെന്നുള്ള രീതിയിലായിരുന്നു രേണു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയല്ലോ. അയാളെ വായിൽ നിന്ന് തന്നെ അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലായിക്കോണം, രേണുവായിട്ട് ശത്രുത ആർക്കൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഷഫീന ബീവിയുടെ നമ്പർ എടുത്ത് കോൺടാക്ട് ചെയ്യും. കാര്യം രേണുവിനെതിരെ നല്ല രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷഫീന ബീവി. അവരെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ കണക്ക് ഇങ്ങനെ പിടിച്ചു വെച്ച് സംസാരിക്കത്തൊന്നുമില്ല. സംസാരിക്കേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയേണ്ട കാര്യങ്ങൾ വാ തുറന്ന് വിളിച്ച് പറയും. യാതൊരു മടിയും കാണിക്കത്തില്ല അതിന്. അപ്പം ഈ പറയുന്ന രേണുവിൻ്റെ ശത്രുക്കൾക്കും ഇത് തന്നെയാണ് ആവശ്യം. അപ്പോൾ അവരെല്ലാവരും ഈ പറയുന്ന ഷഫീന ബീവി കോൺടാക്ട് ചെയ്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ അവരെടുത്ത് പുറത്തിടും. ഓഫ്കോഴ്സ് അവർക്കത് കോണ്ടന്റ് തന്നെയാണ്. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങോട്ട് കോൺടാക്ട് ചെയ്തതാണ്, സംസാരിച്ചാണെന്നല്ല. അങ്ങോട്ട് സഹകരിച്ച് അങ്ങോട്ട് ചെന്ന് ഞാൻ അവരെ കാലിലിരുന്ന് കൊടുത്താണ്. സംസാരിച്ചതാണ്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ 2ാമത്തെ ഇന്റർവ്യൂ കൊടുത്തല്ലോ. ഈ 2ാമത്തെ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിനകത്തൊരു പോയിന്റ് പറയുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ അവരുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കോണ്ടന്റ് തരാമെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ പറഞ്ഞ പോലെ രേണുവിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരുവിധ ആൾക്കാർക്കൊക്കെ അങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ആ കോണ്ടന്റ് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? അതോടെ ഉദ്ദേശിച്ചത് ഞാൻ ഇതിനകത്തുള്ള സീൻസ് എന്തായാലും നിങ്ങൾ എടുക്കുമെന്ന് എനിക്കറിയാം. ഓക്കെ, ഇതിനകത്ത് സീൻസ് കാരണം കുണുങ്ങി എന്ന് പറയുന്ന ആ ആൽബമായിട്ട് എനിക്ക് കുറച്ച് വ്യത്യാസം ഇതിനകത്തുണ്ട്. കാരണം അതിൽ നല്ല വൃത്തിയായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും. ഇതിൽ വേറൊരു കാര്യം വളരെ ഓപ്പണായിട്ട് പറയാം. ഇയാൾക്ക് ഈ പറയുന്ന രീതിയിൽ പൈസ എല്ലാം സ്പെൻഡ് ചെയ്തിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പം ഇയാൾ കണ്ടെടുത്തൊരു മാർഗ്ഗമാണ് ഇങ്ങനെങ്കിലും ഒന്ന് റീച്ച് ആവാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങേര് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രേണുവിൻ്റെ സകല കള്ളക്കളികളും എടുത്ത് വെളിയിലിട്ടത്. അപ്പം രേണു മനസ്സിലാക്കേണ്ടത് കൂടെ നിൽക്കുന്ന ആൾക്കാരെ വെറുപ്പിക്കാതിരുന്ന അത്ര നല്ലത്. അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് രേണുവിനെ അവർ കണ്ടൻ്റാക്കും. അല്ലാതെ ഇതിൽ കൂടുതൽ വേറെ ഒന്നും ഈ വിഷയത്തിൽ പറയാനില്ല. എന്തായാലും വേറൊരു കാര്യം ബോധ്യപ്പെട്ട്, രേണു ആണ് മീഡിയക്കാരെ വിളിച്ച് വരുത്തുന്നതെന്നും പിന്നെ രേണു അത്യാവശ്യം 2 അടിക്കുമെന്നും അടിച്ചിട്ട് വേളം വയ്ക്കാൻ അറിയാമെന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമ്മളൊക്കെ ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ പുറത്ത് വിട്ട വ്യക്തിയും അത്ര ശരിയൊന്നുമുള്ള ആളല്ല. അങ്ങേരെന്തൊക്കെയാണ് കാണിക്കുന്നത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയുള്ളതാണ്. അപ്പം ഞാൻ അതാ പറഞ്ഞത്, ഈ വിഷയത്തിൽ ഇവരെ 2 സപ്പോർട്ട് ചെയ്യരുത്. 2 ആൾക്കാർ റെഡിയല്ല.
ഓക്കെ. രേണുവിനെ തന്നെ വെച്ചാ ചെയ്തത്. രേണു പോരാഞ്ഞ് ദാസനും ഉണ്ടായിരുന്നു. അതിലാകെ എനിക്ക് ക്ലിക്കായത് അതിന്റെ ഒരു റീല്, പാലത്തിന്റെ മുകളിൽ വണ്ടി ബ്ലോക്ക് ആയ സമയത്ത്. അതിനെ കുറിച്ചൊക്കെ ഭയങ്കര ചൂടായിരുന്നല്ലോ. പാലത്തിന്റെ മുകളിൽ വണ്ടി ബ്ലോക്ക് ആയ സമയത്ത് ഞങ്ങൾ ആ പാലത്തുമ്മലേക്ക് നിന്ന്, അത് വൺ സൈഡ് വണ്ടി പോകുന്നുണ്ട്. ഓക്കെ. ഞങ്ങൾ ആ പാലത്തുമ്മ നിന്ന് ഒരു ചെറിയ റീൽസ് എടുത്തിട്ടു. അപ്പൊ ഫുൾ കേൾക്കുന്നത് MVD എവിടെ, MVD എവിടെ എന്നാ. ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം അറിയാൻ വേണ്ടി. വൈ ഷഫീന ബീവി, അതായത് ഈ ഒരു വിഷയം ഷഫീന ബീവിയിലേക്ക് വിളിക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഷഫീന ബീവിയിലേക്ക് വിളിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ വിഷയം കേട്ടാൽ മനസ്സിലാവുന്ന ഒരാൾ വേണം, അവരെ കുറിച്ച് അറിയാവുന്ന ഒരാളെ വേണം. പിന്നെ ഞാൻ തന്നെ അവരെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എനിക്ക് തന്നെ മനസ്സിൽ കുറ്റബോധം ഉണ്ടെന്നൊക്കെ പറയണോ ചുമ്മാതെ. കാര്യം രേണുവിനെ അടിക്കാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഷഫീന ബീവി ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അയാൾ അത് ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഇന്റർവ്യൂ എടുക്കായിരുന്നു. രേണുവിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ഇന്റർവ്യൂ എടുക്കാന്നൊക്കെ പറഞ്ഞ പേയ്മെന്റ് ഒക്കെ കിട്ടും കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്. പൈസ കൊടുത്തിട്ടൊക്കെ വേണമെങ്കിൽ ഇന്റർവ്യൂ എടുക്കാൻ ആൾക്കാർ വരും. പക്ഷെ അയാൾ ചെയ്ത മാർഗം എന്തുവാ, ഡയറക്റ്റ് ഷഫീന ബീവിയെ കോൺടാക്ട് ചെയ്തിട്ട് അടിച്ചപ്പം കൊള്ളൻ്റെ അടുത്ത് കൊണ്ട്. അപ്പൊ അതങ്ങനെ അങ്ങ് തീർന്നു കൂട്ടിയേ. നിങ്ങൾക്കൊക്കെ തരാൻ എനിക്കും തോന്നിയിരുന്നു. അത് നിങ്ങൾ ആരും വരാത്തോണ്ടാ തരാൻ. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും, ആര് വന്നാലും തരും. ഞാനിപ്പോ പറഞ്ഞത് അത് തന്നെയല്ലേ. ഞാൻ എത്ര തിരിച്ചു പറയണോ, മറിച്ച് പറയണോ, എങ്ങനെ വേണം ഞാൻ പറയാം. അല്ല, എനിക്ക് പറഞ്ഞില്ലേ ഇപ്പം വിപിൻ ചേട്ടന്റെ കോൺസെപ്റ്റ് ഒക്കെ ഓക്കെ, ഞാൻ അതിനൊന്നും ഒരു ഇത് പറയുന്നില്ല. പക്ഷേ ഈ വൾഗാരിറ്റി മാർക്കറ്റ് ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കാണിക്കുക എന്ന് പറയുന്നതിനോടാണ് യോജിപ്പില്ലാത്തത്. മനസ്സിലായില്ലേ? ഞാൻ അതേ കാണുന്നത്. ഒരുപാട് പേര് അല്ലല്ല, അത് തെറ്റിദ്ധാരണയാണ്. ഒരുപാട് ആൾക്കാർ ആൽബം ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം അങ്ങനെയാണെങ്കിൽ ഈ വൾഗാരിറ്റി മാത്രമല്ലേ മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാ അവർക്ക് കൊടുക്കാൻ നമുക്ക് ഈ വിവാദങ്ങളൊന്നും ഇല്ലാതെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വൾഗാരിറ്റി ഇല്ലാതെയോ അവർ തൃപ്തിപ്പെടുന്ന രീതിയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ. കലാഭവൻ മണിയുടെ പാട്ട് ചെയ്ത ആ ചേട്ടന്റെ ആ കാരണവരുടെ ഒരു മോനുണ്ട് ഇല്ലേ, അയാൾ ഒരു സ്റ്റുഡിയോയും വെച്ച് ഈ പറയുന്ന എല്ലാ കലാകാരന്മാരെയും ഇത് അപരാധം കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ റീച്ച് കിട്ടത്തുള്ളൂ എന്ന് ഇവർക്ക് നല്ലോണം അറിയാം. ഈ ഡയറക്ടറിനും അറിയാം, രേണുവിനും അറിയാം. അതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കഥയും ഇല്ലാത്ത കുറേ കോമാളിത്തരങ്ങൾ. ഏതെങ്കിലും ഒരു നല്ലൊരു ആൽബം ഉണ്ടോ ഇവർ ഈ നേരെ അഭിനയിച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ഷോർട്ട് ഫിലിം ഉണ്ടോ? ഒന്നുമില്ല. ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാനായിട്ട്, കുറേ കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് കുറേ പരിപാടികൾ കാണിക്കുന്നതല്ലാതെ എന്ത് ഇവരൊക്കെ കാണിക്കുന്നത്? ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പോരാത്തതിന് വേറൊരു കാര്യം കൂടെ പറയാം. ഇത് കണ്ട് മടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കണ്ടന്റ് നേരം വെളുത്ത വൈകുന്നേരം വരെ ഇതേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല നല്ല കണ്ടന്റുകൾ നമുക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നല്ലത് ഇട്ട് കഴിഞ്ഞാലൊന്നും ആർക്കും വേണ്ട. രേണു മതി, രേണുവിൻ്റെ അപരാധം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം.